പ്രിയ സ്നേഹിതരെ, ചില മാസങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വാർത്തയായിരുന്നു നമ്മുടെ കേരള സംസ്ഥാനത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു മലയിടുക്കിൽ വീണു പോയതിനെ കുറിച്ച്. വളരെ പരിശ്രമം നടത്തി ഗവൺമെൻറ് ആ ചെറുപ്പക്കാരനെ രക്ഷിക്കുവാനായി. എന്നാൽ പല ശ്രമങ്ങളും ഫലം കാണാതെ വന്നപ്പോൾ പ്രത്യേകം പരിശീലനം സിദ്ധിച്ച സൈനികരെ ഇതിനു വേണ്ടി കൊണ്ടുവരേണ്ടി വന്നു. അവർ വന്ന് വളരെ സൂക്ഷ്മതയോടെ അല്പം ബദ്ധപ്പാട് കഴിച്ച് തന്നെ ആ ചെറുപ്പക്കാരനെ ആ മലയിടുക്കിൽ നിന്ന് രക്ഷിച്ച് വലിച്ച് കയറ്റിക്കൊണ്ടുവന്നു. താൻ ഒരു അനർത്ഥവും അപകടവും കൂടാതെ രക്ഷപ്പെട്ടു. ഈ ഒരു വാർത്ത അതിൻ്റെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചെറുപ്പക്കാരൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, വിടുതലിന് വേണ്ടി നാം ഒക്കെ ശ്വാസം അടക്കി പിടിച്ച് കാത്തു നിന്ന സമയങ്ങളായിരുന്നു. എന്നാൽ ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ട് വന്ന ശേഷം താൻ ആ സൈനികരോടൊപ്പം തോളിൽ കൈയിട്ടുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിന്ന് എടുത്ത ഫോട്ടോയും വീഡിയോ ഒക്കെ നാം മാധ്യമങ്ങളിൽ കണ്ടതാണ്. എന്താണ് ആ ചെറുപ്പക്കാരനോട് ഇന്ന് ചോദിച്ചാൽ പറയുന്നതെന്നറിയാമോ? നിന്റെ ജീവിതത്തിൽ നീ ഏറ്റവും കൂടുതൽ നന്ദിയും കടപ്പാടും ആരോട് എന്ന് ചോദിച്ചാൽ ആ ചെറുപ്പക്കാരൻ നിശ്ചയമായിട്ടും പറയും, ദൈവത്തോട് ഞാൻ നന്ദിയുള്ളവനായിരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ സൈനികരോട്, എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ബന്ധപ്പെട്ട് കഷ്ടം സഹിച്ച് അധ്വാനിച്ച എല്ലാവരോടും കേരള ഗവൺമെന്റിനോടും ഞാൻ നന്ദിയുള്ളവനായിരിക്കുന്നു എന്ന് നിശ്ചയം ആ ചെറുപ്പക്കാരൻ പറയുമായിരിക്കാം. എൻ്റെ ശബ്ദം ഈ ചെറുപ്പക്കാരൻ ഏതെങ്കിലും അവസരത്തിൽ കേട്ടാൽ എന്നോട് യോജിക്കും എന്ന് ഞാൻ കരുതുകയാണ്. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? നാം ഒക്കെ ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധം, സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത വിധം അകപ്പെട്ടു പോകുമ്പോൾ ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് വിടുവിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ചൊല്ലുണ്ടല്ലോ, മുങ്ങിത്താഴുന്ന ഒരുവൻ ഒരു കച്ചിത്തുരുമ്പ് കണ്ടാൽ അതേലും കയറി പിടിക്കും എന്നുള്ളത്. നിശ്ചയമായും നമ്മുടെ മനുഷ്യൻ എന്ന നിലയിൽ മരണത്തെ മുന്നിൽ കാണുമ്പോൾ, രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യം കാണുമ്പോൾ ആരെങ്കിലും രക്ഷിച്ചിരുന്നുവെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ ഏത് ദൈവമായിരുന്നാലും കൊള്ളാം വിടുവിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകാറുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയട്ടെ, വിടുവിക്കുന്ന, സഹായിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു സ്നേഹനിധിയായ ഒരു ദൈവത്തെയാണ് നാം വിളിക്കുന്നത്, നാം പ്രാർത്ഥിക്കുന്നത്. ആ ദൈവം വിളിക്കുമ്പോൾ അടുത്തു വരികയും നാം നിലവിളിക്കുമ്പോൾ സഹായിക്കുകയും അടുത്തു വന്ന് ആശ്വസിപ്പിക്കുകയും മാർവോട് ചേർത്തണച്ച് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്നെ വിടുവിക്കുന്നവനാകുന്നു എന്ന് പറയുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്ന് പറയാം, ദൈവമേ ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. ദൈവം നമ്മെ വിടുവിക്കുമ്പോൾ, അല്ലെങ്കിൽ തലനാരിഴയ്ക്ക് ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ദൈവമേ എന്ന് പറയുന്ന ആ അനുഭവത്തെക്കാൾ ഉപരി പല അനർത്ഥങ്ങളും, പല അപകടങ്ങളും, പല രോഗങ്ങളും നമ്മുടെ ചുറ്റുപാടും നമ്മെ ഏശാതെ വണ്ണം കടന്നുപോയതിന് ഏക കാരണം നമ്മുടെ ദൈവം നമ്മളെ സൂക്ഷിച്ചത് കൊണ്ട്. അതുകൊണ്ട് ഈ ഭക്തനായ മനുഷ്യൻ ഒരു പറഞ്ഞ തൻ്റെ അനുഭവം വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു ഗുണപാഠമായി ഉള്ളത് എങ്ങനെന്നറിയാമോ? എൻ്റെ മനമേ ദൈവത്തെ വാഴ്ത്തുക, എൻ്റെ സർവ അന്തരംഗവുമേ ദൈവത്തെ വാഴ്ത്തുക. എന്താ പറയുന്നതെന്നറിയാമോ? എൻ്റെ ഉള്ളം, എൻ്റെ മനമേ, എൻ്റെ ഉള്ളമേ, എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളുമേ ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തെ വാഴ്ത്തുക, സ്തുതിക്കുക എന്നാണ് പറയുന്നത്. പിന്നെയും ആ ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞതായിട്ടാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, എൻ മനമേ ദൈവത്തെ വാഴ്ത്തുക, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അപ്പോൾ ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾ പലപ്പോഴും നാം അറിഞ്ഞില്ല എന്ന് വന്നേക്കാം. എന്നാൽ സ്നേഹനിധിയായ ദൈവം
കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയും ദൈവം, രോഗം വരുമ്പോൾ സൗഖ്യമാക്കുന്ന ദൈവം, നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം, നാം ദൈവത്തെ വിട്ട് അകന്നു പോയെങ്കിലും സ്നേഹത്തോടെ കാത്തിരുന്ന് എപ്പോൾ മടങ്ങി വരും എന്ന് നോക്കി കാത്തിരിക്കുന്ന സ്നേഹമുള്ള ഒരു പിതാവിനെ പോലെ, തൻ്റെ മകൻ വീട് വിട്ടു പോയാലും മടങ്ങി വരുവോളം കാത്തിരിക്കുന്ന ഒരു പിതാവിനെ പോലെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നാം ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, സേവിക്കുന്ന ദൈവം. ആ ദൈവത്തെ പിൻപറ്റുവാൻ, ആ ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെ വിളിക്കുന്നു, ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് അകന്നു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം, ഇന്ന് പകൽക്കാലം, ഏത് സമയത്താണോ നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നത്, ഈ സന്ദേശം കേൾക്കുന്നത്, നിങ്ങളെ ദൈവം വിളിക്കുന്നു. ദൈവം സ്നേഹത്തോടെ വിളിക്കുന്നു. ചേർന്ന് വരാം, അടുത്തു വരാം. പിന്നെയും ദൈവത്തിൻ്റെ സ്നേഹം അധികമായി പ്രാപിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.